എന്താലേ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികളോടും മുസ്ലിം കുടുംബക്കാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് കടുത്ത ദേഷ്യം ഉണ്ടാവും. പക്ഷേ ഈ വർഷവും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വർഷം മുതലെങ്കിലും നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓണം ആഘോഷിച്ചോളിയും, പൂക്കളിട്ടോളിയും, സെറ്റ് സാരി എടുത്തോളിയും, സെറ്റ് മുണ്ട് എടുത്തോളിയും, പറ്റുമെങ്കിൽ മാവേലി ആയിട്ട് തുള്ളുകയൊക്കെ ചെയ്തോളും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങൾ സദ്യ ഉണ്ടാക്കരുത്. അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, സത്യമായിട്ടും. പുളിവെള്ളം കലക്കി ഇഞ്ചി ചതച്ചിട്ടാൽ പുളിഞ്ചി ആവില്ല. സാമ്പാറൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിച്ചാൽ ആ വെള്ളം അടുത്ത ഇലയൊക്കെ പോയി അടുത്ത ഇലക്ക് നേരെ മടിക്കാൻ വരുന്നത്. ഒരു ചെമ്പ് പാൽ വെക്കും, എന്നിട്ട് അര പാക്കറ്റ് സേമിയ ഇട്ടുകൊണ്ട് അതിൻ്റെ പേര് പായസം. ഇതൊക്കെ എങ്ങനെ കുടിക്കുക? അത് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കുക, എന്നാലേ സദ്യ ഉണ്ടാക്കുമ്പോൾ നന്നാവുള്ളൂ. നിങ്ങൾക്ക് രാവിലെ അരിപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ കയ്യിലെടുത്തും കൊണ്ട് ആ ദോശച്ചട്ടിക്ക് സേച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക, ബാക്കിയുള്ള മാവായിട്ട് ഓട്ടട ഉണ്ടാക്കുക. ഇതിക്ക് എന്താ കറി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ മാന്തൽ മുളകിട്ട് ബാക്കി നിന്നിട്ട് ചൂടാക്കി തരിക. അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ തേങ്ങ വറുത്തരച്ച കോഴിക്കറി, വെള്ളിയാഴ്ച പോത്ത് വരട്ട്, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. സദ്യ ഓർക്കാണ്ട് വിട്ടു കൊടുത്താളി. ഓരുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരും. എന്തോ രസമെന്ന് അവരത് കൂട്ടാൻ. നമ്മൾ സത്യം പറയാം, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂട്ടാൻ പറ്റണില്ല, 5 പൈസക്കില്ല. അത് നിങ്ങൾ അയിമക്ക് നിൽക്കല്ലേ കേട്ടാ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സെറ്റ് സാരിയൊക്കെ എടുത്തോളിന്ന്. സെറ്റ് സാരി എടുത്തോളിന്ന് പറഞ്ഞ ആവശ്യം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ സെറ്റ് സാരി എടുത്താൽ ലുക്ക് ഊരന്നെയാണ്. വേണ്ട ഇതൊക്കെ നോക്കിയത്, ഇത് സാരി, അതാ പാവാട, അതാ വേറൊന്ന് കൊപ്പറച്ചാക്ക് കിട്ടിയാൽ മതി. എന്തായാലും വേണ്ടില്ല, സെറ്റ് സാരി എങ്ങനെയൊക്കെ എടുത്താൽ നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ സദ്യമൊക്കെ നിൽക്കില്ല. അടുത്ത വർഷമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേട്ടാ പ്ലീസ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ലൊരു സദ്യ ഞാൻ കഴിച്ചിട്ടില്ല. അപ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ചോളി. നമ്മൾ ഫ്രീ ആണ്. കുറേ കാലമായി നല്ലൊരു സദ്യ കഴിച്ചിട്ട്. ഓക്കെ.